കോമ്പണൻറ്റ് റിഡൻഡൻസി ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും? എഗെയിൻ നമ്മൾ സിസ്റ്റം ഒരു കൂടെ വരയ്ക്കുന്നു. E1, E2, E3 ഇതാണ് നമുക്ക് ആദ്യം ഇനിഷ്യലി ഉള്ള സിസ്റ്റം. ഇത് കോമ്പണൻറ്റ് റിഡൻഡൻസി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലെങ്തി ആയിരിക്കും. 0.8, 0.7, 0.9 എന്ന് തന്നിട്ടുണ്ട്. ടാർഗറ്റ് എത്രയാണ്? ടാർഗറ്റ് 0.95 ആണ്. ഇത്രയും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? ഇതിലേതാണ് വീക്കസ്റ്റ് ലിങ്ക് എന്ന് നോക്കുക. അതായത് ഏറ്റവും റിലയബിലിറ്റി കുറഞ്ഞ കോമ്പണൻ്റ് ഏതാണെന്ന് നോക്കുക. അത് 0.7 E2 ആണ് ഏറ്റവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതിനാദ്യം റിഡൻഡൻസി കൊടുക്കുക. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിന് മൊത്തം റിലയബിലിറ്റി കണ്ടുപിടിക്കുക. ഇത് മൊത്തം നമ്മൾ തൊട്ടുമ്പോൾ കണ്ടുപിടിച്ചായിരുന്നു. എത്ര കിട്ടിയായിരുന്നു? അതെന്തായാലും 0.95 താഴെയാണ്. 0.5 സംതിങ് ആയിരുന്നു. 0.95 താഴെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് എന്തായാലും റിഡൻഡൻസി കൊടുത്തേ പറ്റൂ. അപ്പോൾ നമ്മൾ ഏതിന് കൊടുക്കുമെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഏതിന് കൊടുക്കും? E2 കൊടുക്കും. അതാണ് വീക്കസ്റ്റ് ലിങ്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ ഇതിൽ തന്നെ വരച്ച് പോവുകയാണ്. പക്ഷേ ചെയ്യുമ്പോൾ എക്സാമിന് എഴുതുമ്പോൾ ഓരോ ഡയഗ്രാമായിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ റിഡൻഡൻസി കൊടുത്തു. ഇവിടെ E2 റിഡൻഡൻസി കൊടുത്തു. E2 റിഡൻഡൻസി കൊടുത്തപ്പോൾ ഇവിടെ 0.7. അപ്പോൾ ഇതിന് മൊത്തത്തിൽ എത്രയായി? 0.7 പ്ലസ് 0.7 മൈനസ് 0.7 ഇൻറ്റു 0.7 എന്നായി. അതായത് ഇവിടുത്തെ മൊത്തം റിലയബിലിറ്റി 0.91 ആയി. 2ൻ്റെ റിലയബിലിറ്റി 0.91 ആയി. ഇവിടെ 0.9, ഇവിടെ 0.8. ഇത് മൂന്നും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇത് 0.91, 0.8, 0.9. ഇതിലേതാണ് വീക്കസ്റ്റ് ലിങ്ക്? വീക്കസ്റ്റ് ലിങ്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വേറെ കാര്യം ചെയ്യേണ്ടത് മൊത്തം സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ ഉള്ള റിലയബിലിറ്റി കണ്ടുപിടിക്കുക. എങ്ങനെ? 0.8 ഇൻറ്റു 0.91 ഇൻറ്റു 0.9. അത് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും 0.95 താഴെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ ഏതിനെങ്കിലും ഒരെണ്ണത്തിന് റിഡൻഡൻസി കൊടുക്കുക. ഏതിന് കൊടുക്കും? E1 കൊടുക്കും. കാര്യം അതാണ് വീക്കസ്റ്റ് ലിങ്ക്. അപ്പോൾ അതിന് നമ്മൾ റിഡൻഡൻസി കൊടുക്കുന്നു. ഓക്കെ, വരയ്ക്കുമ്പോൾ വേറെ ഡയഗ്രാം വരച്ച് ചെയ്യുക. E1. അപ്പോൾ ഇവിടെ മൊത്തം സിസ്റ്റത്തിന് എന്തായി? 0.8 പ്ലസ് 0.8 മൈനസ് 0.8 0.8 എത്ര കിട്ടും? 0.96 കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. 0.96, 0.91, 0.9. ഏതാണ് വീക്കസ്റ്റ് ലിങ്ക്? 0.9. ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് ഏറ്റവും കുറച്ച് കോമ്പണൻസ് ഉള്ള ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ, അതുകൊണ്ട് ഇതായിരിക്കും എന്ന് ഒരിക്കലും ഡെഫിനറ്റായിട്ട് അങ്ങനെ വിചാരിക്കരുത്. സപ്പോസ് ഇനി ഇതിനാണ് കുറവെങ്കിൽ ഇതിനായിരിക്കും നമ്മൾ പിന്നെ റിഡൻഡൻസി കൊടുക്കുന്നത്. ഇവിടെ ഏറ്റവും ചെറുത് 0.9 ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിന് റിഡൻഡൻസി കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ഇതിനൊരു റിഡൻഡൻസി കൊടുക്കാൻ പോവുകയാണ്. E3 ഒരു റിഡൻഡൻസി കൊടുക്കാൻ പോകും. ഓരോ റിഡൻഡൻസി കൊടുത്തിട്ടും സിസ്റ്റത്തിൻ്റെ ഓവറോൾ റിലയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് 0.95 താഴെയാണോ എന്ന് ചെക്ക് ചെയ്യണം. മുകളിലാണെങ്കിൽ ഓക്കെയാണ്, നമുക്ക് പ്രോസസ്സ് അവിടെ വെച്ച് നിർത്താം. 0.95 ആണെങ്കിലും നിർത്താം. താഴെയാണെങ്കിൽ നമ്മളിങ്ങനെ ഓരോ റിഡൻഡൻസി ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 0.9 പ്ലസ് 0.9 മൈനസ് 0.9 സ്ക്വയർ. അതായത് എത്ര? 0.99 അല്ലേ വരുന്നത്? 0.99 ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ ഓവറോൾ റിലയബിലിറ്റി കണ്ടുപിടിക്കുക. പിന്നെ 0.95 താഴെയാണെങ്കിൽ ഇതാണല്ലോ വീക്കസ്റ്റ് ലിങ്ക്. അപ്പോൾ ഇതിന് റിഡൻഡൻസി കൊടുക്കുക. എന്നിട്ട് ഇതിന് റിഡൻഡൻസി കൊടുത്തിട്ട് ഈ 2ൻ്റെ അത് പുതിയതായിട്ട് എങ്ങനെ വരും? 2ൻ്റെ പുതിയ റിലയബിലിറ്റി 0.91 പ്ലസ് 0.7 മൈനസ് 0.9 ഇൻറ്റു 0.7 വരും. കാര്യം ഇത് പുതിയതായിട്ട് കൊടുക്കുന്നത് 0.7, ഇപ്പോൾ ഇതിന് മൊത്തത്തിലുള്ള 0.91. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുതിയതായിട്ട് ഒരു റിലയബിലിറ്റി നമുക്ക് കിട്ടും. സപ്പോസ് ഇത് 0.95 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ പുതിയ റിലയബിലിറ്റി എത്രയായിരിക്കും? 0.96 ഇൻറ്റു 0.95 ഇൻറ്റു 0.99 ആയിരിക്കും. അതും ഇതിന് താഴെയാണെങ്കിൽ നമ്മൾ പിന്നെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സിസ്റ്റത്തിൻ്റെ ഓവറോൾ റിലയബിലിറ്റി, അതായത് ഇതിൻ്റെ മൊത്തം ഇൻറ്റു ഇതിൻ്റെ മൊത്തം, അതാണ് സിസ്റ്റത്തിൻ്റെ ഓവറോൾ റിലയബിലിറ്റി. അത് 0.95 അല്ലെങ്കിൽ അതിന് മുകളിൽ ആവുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അതൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റത്തിൻ്റെ ഓവറോൾ കോസ്റ്റും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതും ഓവറോൾ കോസ്റ്റും കണ്ടുപിടിക്കുക. എന്നിട്ട് കോമ്പണൻറ്റ് റിഡൻഡൻസി ആണോ യൂണിറ്റ് റിഡൻഡൻസി ആണോ കുറച്ചുകൂടെ എക്കണോമിക്കൽ എന്ന് എഴുതുക. അതെപ്പോഴും കോമ്പണൻറ്റ് റിഡൻഡൻസി തന്നെയായിരിക്കും എക്കണോമിക്കൽ. അത് വെരിഫൈ ചെയ്യുക.